ഇത്രയും നാളും തനിക്കെതിരെ പരാതിയുണ്ടോ നിയമപരമായ നടപടിയുണ്ടോ എന്ന് ചോദിച്ചു. പരാതി വന്നപ്പോൾ തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ നാട് വിട്ടു പോയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ധീരത, തൻ്റെ ഇടത്തോടെ പൊതുമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്തായി? പരാതി വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഫോൺ ഓഫാക്കി നാട് വിട്ടുപോയി. പിന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം സഹചാരികളെ കൂട്ടിയാണ്. ക്രിമിനലുകളുടെ ഒരു സംഘം കൂടെയുണ്ട്. ആ ക്രിമിനൽ ബുദ്ധി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. ആദ്യമായിട്ടാണ് ഈ പരാതിക്കിടയായ ഒരു സംഭവത്തെക്കുറിച്ച് ഈ MLA-യുടെ വാദങ്ങളെല്ലാം ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ കോടതിയിൽ കൊടുത്ത ഒരു ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം സമ്മതിക്കുന്നത് എന്താണ്? താൻ സമ്മതത്തോടുകൂടി വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത്? അതാണ് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നാട് ശ്രദ്ധിക്കേണ്ട കാര്യം. തൻ്റെ ഭർത്താവ് തനിക്ക് ഭർത്തൃപീഡനം ഏർപ്പെടുത്തുന്നു, ഗാർഹിക പീഡനം ഏർപ്പെടുത്തുന്നു. അതിൽ നിന്നും സഹായം തേടി ഒരു MLA ബന്ധപ്പെടുകയാണ്, കോൺഗ്രസിൻ്റെ MLA ബന്ധപ്പെടുകയാണ്. അപ്പോൾ ഭർത്താവായ പുരുഷൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതിയായിട്ട് കോൺഗ്രസിൻ്റെ MLA-യോട് പരാതിപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ MLA എന്ത് ചെയ്യും? ആ സ്ത്രീയെ പീഡിപ്പിക്കും. പീഡിപ്പിക്കുക മാത്രമല്ല, ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് നിന്നിൽ അനിൽകുമാർ ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ്? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അല്ല, അതായത് ഈ ഗാർഹിക പീഡനത്തിൽ നിന്ന് രക്ഷ തേടി MLA സമീപിച്ച ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ